കുട്ടിപ്പട്ടാളം കൂടെ വന്നില്ലേ? പേരെന്താ? പേരില്ലേ? എന്താന്നാ ചോദിച്ചത്? രാധയുടെ കാരണവന്മാര് രാവിലെ കല്യാണാലോചിച്ച് വീട്ടിൽ വന്നിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണാലോചിക്ക? അങ്ങനെയാണെങ്കിൽ പിന്നെ രാധ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നത്? അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും അറിയണേ ചോദിക്കാ, പറയാം. ഏയ് കൊള്ളാം, നല്ല പെൺകുട്ടി. കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുപോലൊരു പെണ്ണെ കഴിക്കും. പരിഷ്കാരത്തിന്റെ ചായം പൊള്ളാത്തും. അല്ല എങ്കിൽ പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ? അല്ല, ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ച നാട്ടിക്ക് കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ? വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം, എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അന്ന് മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാജിച്ചെന്നാര് സത്യം ചെയ്ത് പറഞ്ഞതാ, രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോവും. പൊക്കോളൂ. രാജിച്ചൻ അമ്മാവനോട് ചേട്ടൻ ഒന്നും പറയണം. സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം. നാളെ കാലത്ത് സംസാരിക്കാൻ. പൊക്കോളൂ. തള്ളല്ലേ, വെച്ചോളാം. ടോർച്ച് ടോർച്ച് ടോർച്ച്. ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവം മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്തൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടെന്നായി. പാല് നിങ്ങൾ തനിച്ചുള്ള? അതെ. ചേച്ചി എന്തി? ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണം. നാണോ? എന്തിനാ? എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലേ ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയോ? പറഞ്ഞാലും ചേച്ചി വരില്ല. എന്താ? നാണം. ഞാനേ ഒരു എഴുത്തെഴുതി തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കും. കൊടുക്കാം. ഇയാൾക്ക് ചേച്ചിയെ കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ? ചെലപ്പോ ഇയാൾക്ക് ഞാനാവും. അത് ശരിയാ. ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. പ്രിയപ്പെട്ട രാധേ, പ്രിയപ്പെട്ട രാധേന്ന് വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം, വരുമോ എന്ന് വീഞ്ഞാൽ. വീട്ടിൽ പോടാ. ചേച്ചി, അയാള് ചേച്ചിക്ക് ഒരു കത്തെഴുതി തന്നു. എന്നിട്ട് എവിടെ? വഴിക്ക് വെച്ച് വാസുണ്ണീട്ടും വാങ്ങിച്ചു. നിങ്ങൾ എന്തിനാ കൊടുത്തത്? കൊടുത്തതല്ല, എന്റെ തട്ടിപ്പറിച്ചതാ.
തട്ടിപ്പറിക്കാൻ എന്തിനു സമ്മതിച്ചു പോയി വാങ്ങിട്ട് വാ. ഇല്ല പോടാ. എന്താണ് തലാരോടിക്കുന്നത്? ഞാൻ ഇപ്പൊ പറയും. എന്താടാ? ഒന്നുമില്ലമ്മേ, ഞങ്ങള് വെറുതെ കളിച്ചതാ. കളിച്ചതല്ലമ്മേ, സുവേട്ടനെ തല്ല ഓടിച്ചതാ. എന്താ കാര്യം ഒന്ന് പറയടി. അമ്മേ ഞാൻ പറയാം. ഇവിടെ വാടി. എന്റെ പൊന്നു മോളെ, ഇപ്പോഴെങ്കിലും നിനക്കൊരാളെ ഇഷ്ടമായല്ലോ. വാ മോളെ. ഞാൻ പോരാ. ഒരാളെ ഒന്ന് തല്ലി തരണം. അല്ല, ആളാരാ? ആളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ കേശവൻ ചേട്ടൻ ഒറ്റയ്ക്ക് പോരാ, ആളൊത്തിരി കരുത്തനാ. ഒരു 2-3 പേരും കൂടെ വേണം. കാശ് എത്ര തരും? കാശൊക്കെ ഞാൻ തരാമെന്നേ. നമ്മളിനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാനില്ലേ. അതുകൊണ്ടാ കടം പറ്റില്ലെന്ന് പറഞ്ഞത്. ചേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന് ആവശ്യമുള്ള പണം ഞാൻ തരാം. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടല്ല. അയ്യോ, അതിന് മുമ്പ് കല്യാണം. 50 രൂപ വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. 50 രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? പിന്നെ സാറേ, വാസുണ്യ. സാർ സാറേ ഓഫീസ് വിട്ട് വരികയായിരിക്കും. അതെ, ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. എന്താ? അടിയന്തരം ഒരു 50 രൂപ കടം വേണം. എനിക്കല്ല, രാജിച്ചരമ്മാവനാ, രാധയുടെ അച്ഛന്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സാറിന് 8-8 മണി വീട്ടിൽ ഉണ്ടാവോ? തരാനാ. ഇവിടെ ആളില്ലേ? ആരാ? ഞങ്ങളാ. എന്താ? കൂലിക്ക് തല്ലാൻ വന്നതാ. കൂലിക്ക് തല്ലാണ്? ആരെ? നിങ്ങളെ. ഞാൻ ആരോടും തല്ലിനും വഴക്കിനും പോകാറില്ല. നിങ്ങൾ തല്ലണ്ട, ഞങ്ങൾ വലിക്കോളാം. എന്നെ അടിക്കരുത്. ഞാൻ ഒരു സമാധാനപ്രേമിയാ. ഒരു കവലിൽ അടിച്ചാൽ മറു കവലും കാണിക്കുക, അതാ എന്റെ ആദർശം. ഇതാ. അപ്പൊ താനല്ലയോ പറഞ്ഞു സമാധാനപ്രേമിയാണെന്ന്? അത് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല. ചോമയുണ്ടെ ഒറ്റ കെട്ടിക്ക് വാടാ.
സാറേ എന്നൊന്നും ചെയ്യരുത്. ആ വാസുവിന് പറഞ്ഞയച്ചു വന്നതാ. അവന്റെ പെണ്ണിന് സാറ് നോക്കാതിരിക്കാൻ. അയ്യോ. സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. വരാം. എന്റെ കയ്യിൽ നിന്ന് കാശും വായിച്ചേ. എന്നെ കിണറ്റിലിടരുത്, എന്നെ കിണറ്റിലിടരുത്. കിണറ്. അതെ, ഈ അടിപിടി എനിക്ക് വലിയ പരിചയമില്ലാത്ത. അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് ഈ ഷർട്ടൊക്കെ കഴുകി ഒരു 50 തൊട്ടി വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാൽ മതി. എന്തോ ഒരിക്കൽ തൊട്ടിയോടെ തൊട്ടി. എത്ര തൊട്ടി? 50 തൊട്ടി. അയ്യോ